എനിക്കിപ്പോൾ അടുത്ത് ഒരാൾ അയച്ച നിങ്ങൾ എങ്ങനെ സെക്സ് ചെയ്യില്ലേ, നിങ്ങൾ കളി എങ്ങനെയാ? ഒരു എക്സാമ്പിൾ ആരുടെയൊക്കെ പറയാൻ പറ്റും ഇതേപോലെ ഇങ്ങനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കപ്പിളായിട്ട്? ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആരെങ്കിലും കുറേ ആൾക്കാരുണ്ട്, പക്ഷെ പേര് ജാസി ഫുൾ സർജറി കഴിഞ്ഞിട്ടുണ്ടോ? ഈ കാണുന്ന കുറേ ട്രാൻസ് കമ്മ്യൂണിറ്റി ആൾക്കാർ എല്ലാവരും സർജറി ചെയ്തോ എന്നുള്ളത് ഇപ്പൊ എല്ലാവരും നമുക്ക് പോയിട്ട് ബുക്ക് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അത്രയും ഒരു വലിയൊരു പ്രോസസ്സിലേക്ക് ഞാൻ കടക്കാന്നുണ്ടെങ്കിൽ നാളെ അതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ഏറ്റെടുക്കില്ലല്ലോ. ജാസിയുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അപ്പൊ നമ്മളൊരു കല്യാണമായിട്ട് മുമ്പോട്ട് പോയത്? പക്ഷെ എനിക്കത് റിഗ്രറ്റ് ഉള്ള സംഭവമാണ്. അത് ചെയ്യേണ്ടായിരുന്നു എനിക്ക് എന്റെ ലൈഫിൽ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ, എനിക്ക് അപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞില്ലേ? ആ കുട്ടി പറഞ്ഞായിരുന്നു എന്റെ ലൈഫ് ജാസി കാരണം ഒരു പ്രശ്നത്തിലേക്കായി. ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? എന്തായാലും ഹാപ്പി ആയിട്ടായിരിക്കില്ലല്ലോ പോയത്, കാരണം ഒരു കല്യാണം ലൈഫിൽ ഒന്നല്ലേ ഉള്ളൂ ഒരു മനുഷ്യന്. ലക്ഷ്മി പറഞ്ഞതുപോലെ ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങി. എനിക്കറിയില്ല, ഇപ്പോഴും കുറേ ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഇപ്പോഴും ഇല്ല. ആദിലയുടെ ഫേസ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി പോയി. ക്യാരറ്റ് വെച്ചിട്ട് ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. അല്ല, ഞാൻ ചിരട്ട വെച്ച് നടക്കാന്നാണ് പറയുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി, നമ്മുടെ ജാങ്കോ സ്പേസിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അതിഥിയാണ്, നമ്മുടെ സ്വന്തം ജാസിയാണ്. ജാസി, നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എപ്പോഴും വിവാദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ജാസിയോട് വരാറ്, എപ്പോഴും. ഇന്ന് വെറുതെ ചുമ്മാ കുറച്ച് കാര്യങ്ങൾ അങ്ങ് സംസാരിക്കുക, മനസ്സ് തുറന്ന് കുറച്ച് അതെ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും തെറി വിളിക്കുന്നവരും കമന്റ് ഇടുന്നവരും പോസിറ്റീവായിട്ട് കമന്റ് ഇടുന്നവരും എല്ലാവർക്കും വേണ്ടി ഈ എപ്പിസോഡ് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങ് ആരംഭിക്കുക. ജാസി, മെയിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ജാസിയുടെ, എപ്പോഴും ജാസി വരുമ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ഇഷ്യൂ ഉണ്ടാവും ജാസിക്ക് എപ്പോഴും. ഒരിടക്ക് വിളക്ക് കേസ്, പല പല കേസുകൾ. ഇപ്രാവശ്യം ജാസിക്ക് തുറന്ന് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പല മീഡിയയിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബിഗ് ബോസിനകത്ത് നടന്നൊരു ഇഷ്യൂ, ആദില നൂറയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിയുടെ ഒരു പരാമർശം, അത് ഭയങ്കര ഒരു വിവാദമായിരുന്നു. അപ്പൊ ജാസി പറഞ്ഞിരുന്നു, എനിക്കൊരു വേദി കിട്ടി, എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ജാസിക്ക് പറയാൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ലക്ഷ്മി പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് തന്നെയാണ്. കാരണം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു അത് പറയാൻ പാടില്ല. നമ്മൾ അത്രയും ഒരു പുരോഗമതിയുള്ള ഒരു ലൈഫ് സ്റ്റൈലിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരും മാറ്റി നിർത്തേണ്ടത് വരുന്നില്ല. കാരണം ഇപ്പോൾ പിന്നെ എല്ലാത്തിനൊക്കെ ഉപരി ഒരു സ്നേഹം എന്നുള്ളത് ഒരു ജെൻഡർ ബേസിലോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലേക്കോ വലിച്ച് നീട്ടേണ്ട ഒരു സംഭവമല്ല. അത് രണ്ടു പേർക്ക് തോന്നുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ലെസ്ബിയൻ ഇത് കാണുമ്പോൾ അവർ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് ഇങ്ങനത്തെ ലൈഫിലേക്ക് എടുത്തു നോക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചൊക്കെ അത് മറ്റുള്ളവർ ചിന്തിച്ച് പോകുന്ന തരത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരിക്കലും ഒരാളും ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യമല്ല. ഇതൊക്കെ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അവരെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മറ്റുള്ളവരിൽ ഒരിക്കലും അത് കണ്ട് ഇൻഫ്ലുവൻസ് ആവേണ്ട കാര്യങ്ങളൊന്നും ഇതിലൊന്നാമത് വരുന്നില്ല. പിന്നെ ലക്ഷ്മി പറഞ്ഞതുപോലെ ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറേ റീൽസ് കണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ച് കുറേ റീൽസ് കണ്ടപ്പോൾ കുറേ പേര് ലക്ഷ്മിക്ക് സപ്പോർട്ട്, കുറേ പേര് നമ്മൾ ആദില നൂറ ഇവർക്ക് സപ്പോർട്ട്. പക്ഷെ ഒത്തിരി പേര്, എനിക്കറിയില്ല, ഇപ്പോഴും കുറേ ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഇപ്പോഴും ഇല്ല. അല്ലെങ്കിൽ ഒരു ട്രാൻസ് ഒരു മേനെ കല്യാണം കഴിച്ചാൽ എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത്തരം നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറേ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ അതിനെ സപ്പോർട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്നാൽ നോർമലി കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ മാറുമ്പോൾ നമ്മളത്
നമ്മളെ മോശമായിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മളെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ വിസിബിൾ ആയിട്ട് കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് പേര് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ ഈവൻ ആദില നൂറുടെ ഇഷ്യൂ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ അവർ ചെയ്ത കുറേ ആ ഒരു സ്നേഹപ്രകടനം കുറേ ആൾക്കാർ അത് കണ്ടപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാൻ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം വരാറുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും. ജാസി ഇപ്പോൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നെങ്കിൽ പ്രതികരിക്കുമായിരുന്നു? ഞാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കും. കാരണം ഒന്നാമത് അതിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഈ ലക്ഷ്മിയുടെ ഒരു ഇത് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പലവരും പല ഇതിലാണ് നിൽക്കുന്നത്, വേറെ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ വിഷയത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ലക്ഷ്മി ഇത് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് വേറെയുള്ള കണ്ടസ്റ്റൻസ് അത് ആരും പ്രതികരിക്കാതെ പോയത്. അത് ഓൾറെഡി ലാലേട്ടൻ ചോദിച്ചപ്പോഴും പല ആൾക്കാരും അത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈവൻ എനിക്ക് പേഴ്സണലി അത് ലക്ഷ്മി പറഞ്ഞ് പോകുന്ന സമയത്ത് എനിക്ക് ആദിലയുടെ ഫേസ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി പോയി. അത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് പിന്നെ ലാലേട്ടൻ വന്നത് ക്ലിയർ ചെയ്തപ്പോൾ സന്തോഷം തോന്നി. ലാലേട്ടന്റെ അഭിപ്രായത്തോട് എന്താ? ബിഗ് ബോസിൽ ഇപ്പോ ലാലേട്ടൻ ആദില നൂറ ഇഷ്യൂവിൽ ലാലേട്ടൻ്റെ അടുത്തൊരു ഇതുണ്ട്, എന്റെ വീട്ടിൽ ഞാൻ കേട്ടെന്ന് പറഞ്ഞു. ആ തീരുമാനത്തോട് എന്താ പറയുന്നത്? 100% യോജിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ലക്ഷ്മിയുടെ വീട്ടിൽ അവർക്ക് കയറാനുള്ള യോഗ്യതയില്ല. ലക്ഷ്മിയുടെ വീട്ടിലേക്ക് അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരാൾ വീട്ടിലേക്ക് കയറാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അവരെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഒരുപാട് നല്ല കുടുംബങ്ങളുണ്ട്. കാരണം ഒത്തിരി പേരെ റീൽസ് ഞാൻ കണ്ടു, ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങൾ കയറ്റും, അവർക്ക് ഞങ്ങൾ നല്ല ഫുഡ് കൊടുക്കും, ഞങ്ങളെ മക്കളാണ് അവർ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സാണ് അവർ, അല്ലെങ്കിൽ ഞങ്ങളെ മക്കളെ പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ജാസി ഇങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ ബിഗ് ബോസിലാണെങ്കിൽ ജാസി പ്രതികരിച്ചത്, ജാസി എപ്പോഴെങ്കിലും ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പബ്ലിക്കായിട്ട് ആരോടെങ്കിലും തർക്കിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഈ ആൾക്കാരിങ്ങനെ മീൻസ് നമ്മൾ കേട്ടോണ്ടിരിക്കുക, അവരെ കളിയാക്കുക അല്ലെങ്കിൽ അവരെ നോക്കി പരിഹസിക്കുകയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എന്നെ ഇതുവരെ പബ്ലിക്കിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. ഈവൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ പോയി പ്രതികരിക്കും. ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. ഞാൻ ഒരു വട്ടം എനിക്ക് ലുലുന്ന് ഇതേപോലെ ചെറിയൊരു ഇൻസിഡൻസ് ഉണ്ടായിരുന്നു, എറണാകുളം ലുലു. അത് കുറച്ച് കോളേജ് കുട്ടികളാണ്, ലൈക്ക് 2K കിഡ്സ് എന്ന് പറയാം. അപ്പോൾ അതിൽ ഒരാൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ഓക്കെ നിന്ന് കൊടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ ഈ ഫോട്ടോ എടുക്കുന്ന കുട്ടീനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ എന്തൊക്കെ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ തിരിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ ഫോട്ടോ എടുത്തത്? എന്താ നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ കൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ സോറി ചേച്ചി, ഞാൻ അതല്ല പറഞ്ഞത്, അങ്ങനെ ഇതാക്കിയതാണ്. ആൺകുട്ടികളും കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് കുട്ടികളായിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവിടെ. അത് അവർക്ക് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നാളെ ഒരു ആളെ കാണുമ്പോൾ ഇവർ ഇതേപോലെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ അവരെ എന്താ പറയുക മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്താനോ പാടില്ല. അപ്പോൾ നമ്മളത് അവരിൽ നിന്ന് തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മൂവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പോൾ ജാസി ഇപ്പോൾ അഷിയായിട്ടുള്ള റിലേഷനിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ധൈര്യത്തോടു കൂടി ഈ ഒരു ജെൻഡർ വെളിപ്പെടുത്തി സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. എന്ത് വിഷയവും നേരിടാൻ സജ്ജമായിട്ട് തന്നെയാണ് ഇപ്പോൾ ജാസി ഇറങ്ങിയിരിക്കുന്നത്. കാരണം ജീവിതത്തിൽ തീരുമാനമെടുത്തു. അതെ, നമുക്ക് കിട്ടാവുന്നത്തോളം ട്രോളുകളും കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എക്സ്ട്രീം ഒന്നും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല. കാരണം അത്രയും എക്സ്ട്രീം ഓൾറെഡി എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയായാലും നമ്മളെ ലൈഫിൽ ഹാപ്പി ആയിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ട്രോളുകൾ അവിടെ ട്രോളുകളായിട്ട് നിന്നിട്ട് അവരൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും ഫേമസ് ആവുകയേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ അനാവശ്യമായിട്ട് പല ചാനലിലും അവർ വിളിച്ച ഗസ്റ്റിനോട് എൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ജാസി ആഷി ഇഷ്യൂ, അല്ലെങ്കിൽ ജാസി ഇപ്പോൾ അടുത്ത് ഞാനൊരു ഇൻ്റർവ്യൂ കാണാനുണ്ടായി. അതിൽ ആ സ്ത്രീ പറയുന്നുണ്ട് ജാസി കൊടുക്കുന്ന മെസ്സേജ് തെറ്റാണ്. ഞാൻ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഞാൻ ഞങ്ങളെ പാർട്ട്ണർ ഓഫ് ലൈഫാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ സന്തോഷങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ ഒരൊറ്റ കാര്യം, ജാസി സമൂഹത്തിന് കൊടുത്തേക്കുന്നത്, ജാസിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നല്ല മെസ്സേജ് എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്? ഞാൻ എൻ്റെ റിലേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരാളെ പ്യോർ സോളായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ഈ പല ആൾക്കാരും പറയാറുണ്ട് എന്താണ് ഈ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പലർക്കും വസ്ത്രം മാറുന്നത് പോലെയാണ് പാർട്ട്ണർഷിപ്പ് മാറുന്നത് എന്നുള്ളത്. പലപ്പോഴും ഒരിക്കലുമില്ല. നന്നായിട്ട് സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു സ്ത്രീ ഒരു ഭർത്താവിനെ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം കെയർ ചെയ്തത് അതിൻ്റെ അപ്പുറത്തേക്ക് കെയർ ചെയ്ത് സ്നേഹിക്കുന്ന ആൾക്കാരുകളുണ്ട് ഒരുപാട്. കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർക്ക് വേറെ എവിടെ നിന്നും സ്നേഹം കിട്ടാത്തതുകൊണ്ട് അത്രയും സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുമ്പോൾ അവർ അത്രയും പ്യുവറായിട്ട് എക്സാമ്പിൾ ആരുടെയൊക്കെ പറയാൻ പറ്റും?
ഇതേപോലെ ഇങ്ങനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കപ്പിളായിട്ട് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആരെങ്കിലും വിനീത് സിംഗ് പറഞ്ഞ പക്ഷെ അത് പറയണ്ട. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പോയിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മുമ്പിൽ? ഉണ്ട്, പക്ഷേ എനിക്ക് കമ്മ്യൂണിറ്റി കുറേ ആൾക്കാരുണ്ട്, പക്ഷെ പേര് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ അയ്യോ അവരുടെ പേരെന്തായിരുന്നു? ഓക്കെ, വിട്ടേക്ക് പേരിൻ്റെ കേസ് വിട്ടേക്ക്. അപ്പോൾ ജാസി കൊടുത്തേക്കുന്ന പോസിറ്റീവായിട്ടുള്ള കുറച്ച് മെസ്സേജ് എന്താണ്? ഒരു 2-3 മെസ്സേജുകൾ ഞാൻ കൊടുത്ത മെസ്സേജ് എന്ന് പറയുമ്പോൾ, ഞാൻ പണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം തിരിച്ചറിഞ്ഞിട്ട് ഞാനത് പബ്ലിക്കലി വന്ന് ഞാനിപ്പോൾ ട്രാൻസായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞ് ഞാനൊരു ആളെ കൂടെ ഇപ്പോൾ നാട്ടിൽ തന്നെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് എനിക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് തെറ്റായൊരു ധാരണയുണ്ട്. ഒരു സെൽഫ് ഡിക്ലറേഷൻ തമ്മിൽ സംഭവമുണ്ട്. ഒരാൾ വന്നിട്ട് ഞാനൊരു ട്രാൻസ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു ലെസ്ബിയൻ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ്മെൻ ആണെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഐഡൻറ്റിറ്റി അതാണ്. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ആദ്യം ഉണ്ടാവണം. അയാൾ ഒരു 18 വയസ്സായി പ്രായപൂർത്തിയായ ഒരാൾക്ക് അയാൾ സ്വത്തം എന്താണെന്നുള്ളത് സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു അവകാശം ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ പേഴ്സണൽ എൻ്റെ ഒരു ഇതാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പ്രായപൂർത്തിയായ വ്യക്തിയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ സെൽഫ് ഡിക്ലറേഷൻ പറഞ്ഞ വ്യക്തിയാണ്. ആസ് എ ട്രാൻസ് വുമൻ എന്നുള്ളത് ഞാൻ പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണ, ട്രാൻസ് വുമൻ ജാസി എങ്ങനെ ട്രാൻസ് വുമൻ ആവും? ജാസി ഫുൾ സർജറി കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ജാസി ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ജാസി മറ്റുള്ള സർജറി ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ഈ സർജറി കഴിഞ്ഞാൽ മാത്രമാണ് ട്രാൻസ് വുമൺ ആവുന്നുള്ളത് പല ആൾക്കാരും തെറ്റായ ഒരു ധാരണ. മെയിനായിട്ട് അത് തിരുത്താനാണ് ഞാൻ വന്നത് തന്നെ. ഒരു പുരുഷൻ വന്നിട്ട് ഒരിക്കലും ഞാൻ ട്രാൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നില്ലല്ലോ. ഇല്ല, അവരുടെ ഉള്ളിൽ ആ ഒരു പെണ്ണത്തും ഒരു സ്ത്രീത്വം ഉള്ളതുകൊണ്ടാണല്ലോ അവർ ട്രാൻസ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് ഞാൻ ട്രാൻസ്മെൻ ആണെന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ആണിൻ്റെ ഹോർമോൺ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു പുരുഷ ഇത് കൂടുതലുള്ളതുകൊണ്ടാണ് ആ കുട്ടി വന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ജാസി പറഞ്ഞു വരുന്നത്, അപ്പൊ ഇങ്ങനൊരു എന്താ പറയുക, ഞാനൊരു ട്രാൻസ് ആണെന്ന് എനിക്കൊരു തോന്നൽ വന്നപ്പോൾ ധൈര്യമായി മുമ്പോട്ട് വരാൻ ഞാൻ ധൈര്യം കാണിച്ചു. അതുപോലെ മറ്റുള്ളവരും ധൈര്യം കാണിക്കണം. ഇത് എല്ലാവരെയും ലോകമാണ്. അല്ലാണ്ട് ഒരു ആൺ പെണ്ണ് ഇവർ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊന്നും ഇവിടെ ജീവിക്കാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ മാത്രം ലോകമല്ല. അതായത് ഇപ്പോൾ ജാസി പറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നു. അതായത് ജാസിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതെല്ലാം കറക്റ്റാണ്. ഇതിൽ ജാസിക്ക് വരുന്നൊരു കുറേ നെഗറ്റീവ് ഇത് വരുന്നത് എവിടെ നിന്നാണ് അറിയാമോ? എന്തുകൊണ്ട് ജാസി ഇത്ര ലേറ്റ്? ജാസിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ട്രാൻസിലേക്ക്, അല്ലെങ്കിൽ ഒരു ട്രാൻസ് വുമൺ ആണ്, അല്ലെങ്കിൽ എനിക്ക് അതിലേക്കാണ്, ഞാനൊരു ആൺകുട്ടിയായിട്ടല്ല ജീവിക്കണം, അങ്ങനെ തോന്നൽ വന്നത് ഏതൊരു പ്രായത്തിലാണെന്ന് ഓർമ്മയുണ്ട്? ഞാൻ ചെറുപ്പത്തിലേ എനിക്ക് അറിയായിരുന്നു. കാരണം നമ്മൾ കളിക്കുന്നത് പെൺകുട്ടികളുടെ കൂടെ ആയിരിക്കും, സ്കൂളിൽ പോകുന്നത് പെൺകുട്ടികളുടെ കൂടെ ആയിരിക്കും, നമുക്ക് ഫ്രണ്ട്സ് ഓഫ് ഉള്ളതും പെൺകുട്ടികളായിരിക്കും കൂടുതലായിട്ടുള്ളത്. പിന്നെ ആൺകുട്ടികളോട് നമ്മൾ അധികം കൂട്ടുകൂടാറില്ല. അത് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ ആൾക്കാർ പറയുന്നത്, ഇപ്പോൾ ഓൾറെഡി ചില ആൾക്കാർക്ക് എല്ലാവർക്കും എന്നെ മുമ്പേ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ജാസി എന്താണ്, അല്ലെങ്കിൽ ഏതാണെന്നുള്ളത് അറിയാം. ഇപ്പം ഞാൻ കമ്മൗട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഇത്രയും ലോങ് ഗ്യാപ്പ് എടുത്തത് എന്താണെന്നുള്ളത് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ എല്ലാവരും വീട്ടിലെ സാഹചര്യം പോലെ ആയിരിക്കില്ല, ഒരേപോലെ ആയിരിക്കില്ലല്ലോ. എനിക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല ആൾക്കാരുടെ ലൈഫ് നോക്കണമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് 2 ചേച്ചിമാരുണ്ട്, അവരുടെ ലൈഫും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്വത്തം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, ഇപ്പോൾ എല്ലാം സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ കമ്മൗട്ട് ചെയ്ത് പറഞ്ഞത്. എൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഞാൻ ട്രാൻസ് വുമൺ ആണെന്നുള്ളത് തന്നെ കമ്മൗട്ട് ചെയ്ത് പറഞ്ഞത്. ഇപ്പോൾ ജാസിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റ് ഉത്തരവുണ്ട്. ഇത് ചിലപ്പോൾ പബ്ലിക്കിന് അറിയില്ലായിരിക്കും. പലരും പല രീതിയിൽ ജാസിനെ, നമ്മൾ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അതെന്താ ഇങ്ങനെ ചോദിക്കാത്ത, അതെന്താ ഡീറ്റെയിൽ ആയി ചോദിക്കാത്ത എന്നിങ്ങനെ പലരും കമന്റ് ഇട്ടാണ്. നമുക്ക് അതും കൂടി ഒന്ന് ക്ലിയർ ആക്കി പോവാം. അതായത് അപ്പോൾ ജാസി ഇങ്ങനെ ഒരു മാറ്റം ജാസിയുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അപ്പോൾ നമ്മളൊരു കല്യാണമായിട്ട് മുമ്പോട്ട് പോയത്, ഒരു കല്യാണം കഴിക്കേണ്ടി വന്നത്? അതെന്തിനായിരുന്നു? ഞാൻ പറയട്ടെ, ഇപ്പോൾ അതുപോലെ സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിൽ ഇപ്പോൾ എന്നെ പോലെ കല്യാണം കഴിച്ച് ഒരുപാട് ട്രാൻസ് ആയിട്ട് ജീവിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇന്നുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാണ്, എനിക്ക് ആ സമയത്ത് എൻ്റെ ഫാമിലിനോട് പറയാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ സമയത്ത് ഒന്നാമത് അറിയാം എല്ലാവർക്കും ഞാൻ കുറച്ചൊരു പെൺകുട്ടികളെ പോലെയാണെന്നുള്ളതൊക്കെ അറിയാം ഓൾറെഡി. ഇപ്പോൾ അവരാണെങ്കിലും എന്നോട് ചോദിച്ച സംഭവമാണ്. പക്ഷേ എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു
ഒരു ഇത് ഭവിഷ്യത്ത് ബുദ്ധിമുട്ടുകൾ ഞാൻ ഓൾറെഡി അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തൊരു പെൺകുട്ടിയുടെ ലൈഫ് പ്രശ്നത്തിലേക്ക് ആവുമല്ലേ? അതെ. അപ്പം ഞാൻ ഓൾറെഡി ഇത് പിന്നെ അത് ആൾക്കാർ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ലൈഫും എല്ലാവർക്കും ഒരേപോലെ ലൈഫ് ഉണ്ട്. പക്ഷെ എനിക്കത് റിഗ്രറ്റ് ഉള്ള സംഭവമാണ്. അത് ചെയ്യേണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ട് ഓൾറെഡി. അത് ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ പോലും നമുക്കത് അവിടെ നമ്മൾ ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ്. ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഞാൻ ഓൾറെഡി ഇവര് ഫോണൊക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് ഒരു സംസാരിക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്തിന് ഓൾറെഡി എന്നോട് ചോദിക്കുക. കാരണം ഞാൻ അന്ന് മുതൽ ഈ പെൺകുട്ടികളെ പോലെ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇത് ഒറിജിനൽ ആയിട്ട് ചെയ്യുന്നതാണോ അത് ചുമ്മാ അഭിനയിക്കുകയാണോ ഉണ്ടോ എന്നുള്ളത് ഓൾറെഡി എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു, പണ്ട് ഒപ്പനൊക്കെ കളിക്കും, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കായിരുന്നു പെൺകുട്ടികൾക്ക് എന്നൊക്കെ ഉള്ളത് ഞാൻ തുറന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. പിന്നെ ഒരു പോയിന്റ് ഓഫിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ഇതിലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കൂടി പോകണം എന്ന് തോന്നിയപ്പോൾ അത് ഒട്ടും എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ മ്യൂച്വലി ഞങ്ങൾ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂച്വലി ഡിവോഴ്സ് ആവുന്നത്. ആ ടൈമിൽ ആ കുട്ടി എന്താ പറഞ്ഞേ? ഡിവോഴ്സ് ആവുന്ന ഒരു ടൈമിൽ ആ കുട്ടി പറഞ്ഞായിരുന്നോ എൻ്റെ ലൈഫ് ജാസിയാറിന് ഒരു പ്രശ്നത്തിലേക്കായി അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും. ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഹാപ്പി ആയിട്ടായിരിക്കില്ലല്ലോ പോയത്. കാരണം ഒരു കല്യാണം ലൈഫിൽ ഒന്നല്ലേ ഉള്ളൂ ഒരു മനുഷ്യൻ. അല്ല, ഞങ്ങൾ അങ്ങനെ വലിയ അങ്ങോട്ട് കൊണ്ട് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ലൈഫിൽ. രണ്ടുപേർക്കും പറ്റുന്നില്ല. അവൾക്കും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. അവൾക്ക് നന്നായിട്ട് പഠിക്കണം എന്നുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവൾക്ക് പഠിച്ച് ജോലി ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ അവളും ആ ലൈഫിലേക്ക് പോയി. ഞാൻ ബാക്ക് ടു നോർമൽ എൻ്റെ ലൈഫിലേക്കും വരിക ചെയ്തത്. ഞങ്ങൾ രണ്ട് ഫാമിലീസ് ആണെങ്കിലും മ്യൂച്വലായിട്ടുള്ള ഡിവോഴ്സ് തന്നെയായിരുന്നു. അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ പൊട്ടിത്തെറിയോ ഒന്നും ഉണ്ടായിട്ടില്ല ലൈഫിൽ. ഇപ്പൊ ജാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റിയിലൊന്നല്ല വളർന്നേക്കുന്നത്, നാട്ടിൻപുറത്ത് തന്നെ പുഴയിൽ കുളിച്ചും അങ്ങനെയൊക്കെ ആ നാട്ടിൻപുറത്തുമായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് വളർന്നു വന്നേക്കുന്നത്. ശരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയാ നാട്ടുകാർ ഇപ്പോഴും അംഗീകരിക്കാത്ത ഉൾപ്രദേശങ്ങളിലാണ് ഇങ്ങനൊരു ജെൻഡറിനെ അംഗീകരിക്കാത്തത്. ഒരുപ്പെട്ട സ്ഥലങ്ങളൊക്കെ അംഗീകരിച്ചു. എൻ്റെ നാട്ടുകാർക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. എൻ്റെ നാട്ടിൽ ഞാൻ വേറെ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഒന്നാമത് ഞാൻ പക്ക മലപ്പുറത്ത് കുറ്റിപ്പുറം എന്നൊരു സ്ഥലത്താണ് ഞാൻ. ആ കുറ്റിപ്പുറത്തിൻ്റെ ഉള്ളിലോട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ആർക്കും ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്താണെന്ന് അറിയില്ല, ലെസ്ബിയൻസ് എന്താണെന്ന് അറിയില്ല, ഗേ എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആണെങ്കിൽ പോലും ഇപ്പോഴും എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവാസി ആ ഭാഗത്തൊക്കെ ജാസി പെണ്ണായി എന്ന് പറഞ്ഞു. പെണ്ണായോ ജാസി? അതാ എന്താ അങ്ങനെ അങ്ങനെയൊക്കെയുള്ളൊരു അല്ല, ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം അടുത്തൊക്കെ നാട്ടിൽ ഞാൻ സ്ത്രീ ആയിട്ട് തന്നെ പോയത്. എൻ്റെ വീട്ടിലാണെങ്കിൽ മനസ്സുകൊണ്ടാണ് പെണ്ണായേക്കുന്നത്. ഞാൻ ഇപ്പോൾ ട്രീറ്റ്മെന്റിലും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അതിലേക്ക് ഞാൻ വരാം, വിഷയത്തിലേക്ക് ഞാൻ വരാം. അപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ നാട്ടിലേക്ക് ഓൾറെഡി പോയല്ലോ. അപ്പോൾ നാട്ടിലേക്ക് ഞാൻ സ്ത്രീ ആയിട്ട് തന്നെയല്ലേ പോയത്, മീൻസ് ഡ്രസ്സ് അബായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എന്താണ് എന്നെ കാണുമ്പോൾ പണ്ടൊക്കെ സംസാരിക്കാൻ എന്നോട് മടി കാണിച്ചാൽ അവന് ചാന്ത് പൊട്ടല്ലേ അല്ലെങ്കിൽ അവന് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് എന്നോട് സംസാരിച്ചു, വളരെ നല്ല സംസാരിച്ചു, ഫോട്ടോസ് എടുക്കുന്നു, സംസാരിക്കുന്നു. ഞാൻ എൻ്റെ ആധാർ കാർഡൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ പോയത് മെയിനായിട്ട്. അപ്പോൾ ഞാൻ എന്താണ് അക്ഷയയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ചൊരു ഒരു കുട്ടീനെ കാണുന്നത്, ഒരു ആൺകുട്ടീനെ കാണുന്നത്. അപ്പോൾ അവനക്ക് ആദ്യം ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അബായിട്ടതുകൊണ്ട് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അബായിട്ട് നമ്മൾ ഈ തട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ അങ്ങനെ വലിയ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അവൻ അങ്ങനെ നോക്കിയപ്പോൾ ഞാനങ്ങനെ നോക്കി ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എൻ്റെ കൂടെ പഠിച്ച ആളെ എനിക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ കൈയോട് കാണിച്ചു. അപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായിട്ട് ഓൻ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ജാസ്തിയാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ എടാ നിനക്ക് എന്ത് അപ്പോഴും ഓന് എടാ നിനക്ക് എന്ത് മാറ്റാന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ അല്ല എടി നിനക്ക് എന്ത് മാറ്റാണ്, എന്താണ് സുഖാണോ, ആശയം എവിടെയെന്ന് ചോദിച്ചു എന്നോടന്ന്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക്, ജാസി ഇപ്പോൾ മനസ്സുകൊണ്ട് ഒരു പെൺകുട്ടിയാണ്. നമ്മൾ ആ നടത്തത്തിലും എല്ലാം ഒരു ഡ്രസ്സിങ്ങിലാണെങ്കിലും ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഫിസിക്കലി ഇപ്പോഴും പെണ്ണായിട്ടില്ല. അതാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസി ചിലർക്ക് ആൾക്കാർ പറയുന്നത് ജാസി ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വട്ടം പറയും, പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയും എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ഈ കൊറ്റംകുളങ്ങര ഇതിൽ വിളക്കെടുക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ വിളക്കെടുക്കാൻ പോയ വ്യക്തിയല്ല. ഒന്നാമത് ഞാൻ അവിടെ പോയത് എൻ്റെ ഫ്രണ്ട് വിളക്കെടുക്കുന്നുണ്ട്, അവൻ
ആൺകുട്ടിയാണ്. അവൻ വിളക്കെടുക്കുന്നതുകൊണ്ട് അവനെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഞാനും ജസ്റ്റ് നോർമലായിട്ട് അങ്ങ് പോയെന്നേ ഉള്ളൂ. അപ്പോൾ പോയപ്പോൾ അമ്പലമല്ലേ, ഒരു ധാവണയൊക്കെ ആയി കുറച്ച് മുല്ലപ്പൊക്കെ വെച്ച് പോകാവുന്ന രീതിയിലാണ് ഞാൻ പോയത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഒരു വിളക്ക് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ ആ വീഡിയോസ് നിങ്ങൾ കണ്ടാലറിയാം, ഞാൻ അതിൽ പറയുന്നുണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തിയാണ്, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പെണ്ണാവാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിളക്കെടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ഒരു മനസാക്ഷി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം അവിടെ പുരുഷന്മാരാണ് വിളക്കെടുക്കുന്നത്, ഒരിക്കലും സ്ത്രീകളല്ല അവിടെ, അല്ലെങ്കിൽ സ്ത്രീകളോ അല്ലെങ്കിൽ സ്ത്രീകളാവാൻ പോകുന്നവരോ അല്ലെങ്കിൽ സ്ത്രീകളായവരോ അല്ല അവിടെ വിളക്കെടുക്കേണ്ടത്. അവരെ പുരുഷാംഗനന്മാരാണ് വിളക്കെടുക്കുന്നത്, അതായത് ആൺകുട്ടികളാണ് അവിടെ വിളക്കെടുക്കേണ്ടത്. നമ്മൾ എന്തിനാ വെറുതെ ഒരാളെ ഇതാക്കുന്നതും വേണ്ട. നീ ആൺകുട്ടിയല്ലല്ലോ, അപ്പോൾ നീ അത് ചെയ്യണം. അതിൻ്റെ മനസ്സുകൊണ്ട് നീ പെണ്ണായിട്ട് എന്തിനാ നീ പോയിട്ട് ആ ദൈവത്തിന് മുമ്പിൽ വേണമെങ്കിൽ പോയിട്ട് ദൈവത്തിന് പ്രാർത്ഥിച്ച് വരിക എന്നല്ലാണ്ട് വിളക്കെടുക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളക്കെടുക്കാഞ്ഞത്. എന്റെ വിളക്ക് എവിടെ സംഘാടകരോട് ചോദിച്ചു. പിന്നെ സംഘാടകരൊക്കെ എന്നെ പിറ്റേ ദിവസം കണ്ടപ്പോൾ, ഞാൻ 2 ദിവസം പോയിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, വൈഫൊക്കെ പറഞ്ഞ് ജാസിനെ എന്തിനാ നിങ്ങൾ തടഞ്ഞു വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സോറി എന്നൊക്കെ പറഞ്ഞ് നോർമലായിട്ട് നോർമലായിട്ട് അങ്ങ് വിട്ടു. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ ഒരു ആൺകുട്ടിക്ക് ഒരു സ്ത്രീയിലേക്ക് ശരീരം കൊണ്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ അത് എത്ര നാളത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു പ്രോസസ്? സർജറി നമുക്ക് നമ്മൾ ഒരു ഹോർമോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ പോയിട്ട് നമ്മൾ ഫിസിക്കലി നമ്മുടെ ബോഡി നോക്കി കഴിഞ്ഞാൽ നമുക്ക് സർജറി എന്ന് ചെയ്യണമെങ്കിൽ എന്ന് പോയിട്ട് സർജറി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജാസി എന്താ ഇത്ര ലേറ്റ് ആവും? ഞാൻ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ജാസി സർജറി ചെയ്തോ ഇല്ല. ഇപ്പോൾ ഈ കാണുന്ന കുറേ ട്രാൻസ് കമ്മ്യൂണിറ്റി ആൾക്കാർ എല്ലാവരും സർജറി ചെയ്തോ എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും നമുക്ക് പോയിട്ട് ബുക്ക് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഒരു സ്ത്രീ പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. അവർ സർജറി ചെയ്യണോ, അവർ സർജറി ചെയ്യണ്ടേ, അതൊക്കെ അല്ലെങ്കിൽ അത് ഞാൻ ഓഫ്കോഴ്സ് ഞാൻ ചെയ്യും സർജറി. കാരണം എനിക്ക് ദുബായിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ഫുൾ സർജറി ചെയ്താൽ മാത്രമേ ദുബായിലേക്ക് തിരിച്ചു പോകാനുള്ളൂ. കാരണം ഞാൻ അവിടെ ആൺകുട്ടിയായിട്ട് ഞാൻ ജോലി ചെയ്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ആൺകുട്ടിയായിട്ട് ഞാൻ അവിടെ പോയ വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് വീണ്ടും അവിടേക്ക് പോവുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായ സ്ത്രീയെ, ബയോളജിക്കലി ഞാൻ സ്ത്രീയാണെന്നുള്ളത് എനിക്ക് എനിക്ക് എന്തായാലും അവിടെ കാണിച്ചേ പറ്റുള്ളൂ. ഇല്ല, ഞാൻ ഉടനെ എന്തായാലും ഇല്ല. അത് ഞാൻ ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ എന്താണ് ഡൗൺ സർജറി എന്തായാലും ഉടനെ ഇല്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടേ ഞാൻ അതിന് ചെയ്യുള്ളൂ. കാരണം എന്താണ് അത് കാരണം എനിക്കിപ്പോൾ എൻ്റെ ഒരു ശരീരഭാഗം ഞാൻ സർജറി ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് അത്രയും ഒരു വലിയൊരു പ്രോസസ്സിലേക്ക് ഞാൻ കടക്കാന്നുണ്ടെങ്കിൽ നാളെ അതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ഏറ്റെടുക്കില്ലല്ലോ. ജാസി സർജറി ചെയ്തില്ല, ജാസി ഡൗൺ സർജറി ചെയ്തില്ല എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരൊന്നും അത് ഏറ്റെടുക്കില്ല. അത് ഞാൻ തന്നെ അനുഭവിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നല്ല രീതിയിൽ പഠിച്ചിട്ടേ ഞാൻ ആ സർജറി ചെയ്യുള്ളൂ. ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു സ്ത്രീയുടെ ഇന്റർവ്യൂ കണ്ടത്, ഞങ്ങൾ കമ്മ്യൂണിറ്റി പെട്ട ആൾ തന്നെയാണ്. അതെ, എനിക്കറിയില്ല. ഒന്നാമത് ആ സ്ത്രീനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ആ സ്ത്രീനെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അയാൾ പറഞ്ഞത് ജാസി കുറെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്. അയാളെ കണ്ടാലും പോലെ കഥകളിക്ക് വേഷം ചെയ്ത പോലെ കണ്ണൊക്കെ ഇല്ല, എന്നെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, സ്ത്രീ ആയിട്ട് അംഗീകരിക്കാൻ ഞാൻ പറ്റില്ല. പിന്നെ അവർ പറയുന്നുണ്ട് ഞാൻ 46-ാമത്തെ എത്ര വയസ്സിലാണ് ഞാൻ സ്ത്രീ ആയി മാറിയതെന്ന്. എനിക്ക് എന്തായാലും അത്ര വയസ്സില്ല. അപ്പോൾ ഞാൻ ആ വയസ്സാവുമ്പോൾ ഞാൻ തീരുമാനിക്കാം. ഓക്കെ, അതവിടെ വെക്കട്ടെ. പിന്നെ അയാൾ പറഞ്ഞ് ഞാൻ കോണ്ടാക്ട് ചെയ്തെന്നാ എന്തൊക്കെയോ, ഞാൻ അയാളത്തെ ഒരു കോണ്ടാക്ട് എനിക്ക് അയാൾ അറിയില്ല. ഇപ്പൊ കുറെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ജാസിക്ക് നേരത്തെ ഇവിടെ വന്ന് ഇറങ്ങിയ ടൈമിൽ ഒരുപാട് വിഷയങ്ങളായിരുന്നു, ഒരുപാട് പേര് ജാസിക്ക്. എനിക്ക് ഒരു കാര്യം, നിങ്ങളെ എല്ലാവരും എൻ്റെ പേരെടുത്ത് ജാസി അല്ലെങ്കിൽ ജാസി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അവിടെ ഞാൻ വീണ്ടും റീച്ച് ആവത്തേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക്, കാരണം ഞാൻ എന്താ ആണെന്നറിയോ, ഈ മാങ്ങയുള്ള കല്ലെറിയുള്ളൂ, മാവിലെ കല്ലെറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ വിട്ടുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് കൊടുത്ത ഈ ആള് കൊടുത്ത ഇന്റർവ്യൂവിലും എന്നെ കുറിച്ചാണ് പറഞ്ഞത്. ഇവരൊക്കെ എന്നെ കുറിച്ച് പറയുമ്പോഴാണ് ഇവർക്ക് റീച്ച്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്നെ ഇങ്ങനെ ട്രോളുമ്പോഴും, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി പെട്ട കുറച്ച് ആൾക്കാരൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെ എനിക്ക് എതിരെ ബാഡ് കമൻറ്റ് ഇടുമ്പോഴും ഇവരൊക്കെ എന്തുകൊണ്ടാണ് എന്നെ ഭയക്കുന്നത്? എനിക്ക് ഇങ്ങനെ റീച്ച് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ എന്തെങ്കിലും റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ അപ്പോൾ ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഈ മാവിൽ കുറേ മാങ്ങ ഉണ്ട്, അപ്പോൾ അത് ആൾക്കാരെ കൊണ്ട് കല്ലെറിയുന്നത്, ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. ഓക്കെ ജാസ്, ഇനി ഒരു കാര്യം കൂടി. ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരികയാണ്. നെവിൻ്റെ ജെൻഡർ വെളിപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിലെന്താണ് ജാസിക്ക് പറയാനുള്ളത്?
അതിലെനിക്ക് പറയാനുള്ളത് ഒരാളെ ഡൗൺ ആയി അത് കണ്ടായിരുന്നു, ഞാനത് മൊത്തത്തിലൊന്ന് ഡൗൺ ആയി. ഈ ചോദ്യങ്ങളും ഇതെല്ലാം ഭയങ്കര മോശമായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് നിവിനെ എനിക്ക് അറിയില്ല. അഭിഷേക് എൻ്റെ നല്ല ഫ്രണ്ടാണ്, അഭിഷേകിന്റെ ഫ്രണ്ടാണ്. അപ്പൊ അഭിഷേക് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. ഒരാളെ ജെൻഡർ അത് നമ്മൾ അവരോട് ചോദിച്ചിട്ടല്ല പറയിപ്പിക്കേണ്ടത്. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയട്ടെ അയാളെ ജെൻഡർ. അവനക്ക് ഇഷ്ടമല്ല, നിവിന് അവനെ ജെൻഡർ തുറന്ന് പറയാൻ ഇഷ്ടമില്ല, അവൻ എന്താണോ അങ്ങനെ നിൽക്കാൻ അവൻ താല്പര്യം അവൻ അങ്ങനെ നിൽക്കട്ടെ. നമ്മൾ പോയിട്ട് പുഷ് ചെയ്ത് പറയിപ്പിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ. ഒരാളെ സെൽഫ് ഡിക്ലറേഷൻ അവൾ സ്വന്തമായിട്ട് പറയേണ്ട കാര്യമല്ലേ, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ്, നമ്മളത് പറയേണ്ട ആവശ്യമേ ഇല്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള നമുക്ക് ഒരിക്കലും അതിൽ അവർ ജെൻഡർ പോയി പറയണം നിങ്ങളത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പുഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് അവരെ പേഴ്സണൽ ഒരു സ്പേസിലിരിക്കുന്ന സംഭവമാണ്. അതങ്ങനെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പോസിറ്റീവായിട്ട്, കാരണം ജാസിയുടെ ഇപ്പോൾ സ്കെയിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് കുറേ ഹൈ ആയിട്ട് നിൽക്കുക, നെഗറ്റിവിറ്റി വളരെ കുറച്ചുള്ളൂ. പക്ഷേ ഇടയ്ക്കൊരു ചെറിയ നെഗറ്റിവിറ്റി എന്തെങ്കിലും ഒരു കമന്റ് വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ കുറേ പേര് അതെടുത്ത് പൊക്കി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞ കുറെ നല്ല കാര്യങ്ങൾ അത് ആരും അറിയുന്നില്ല. എൻ്റെ വായിൽ നിന്ന് വരുന്ന വല്ല ബ്ലണ്ടറോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഒരു അറിയാണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് വലിയ ചർച്ചയാവുന്നത്. എനിക്ക് ഒരു ചെറിയ സ്റ്റോറി ഓർമ്മ വരുന്നത്, നമ്മൾ ഈ നന്മ ലോകം ചുറ്റി വരാൻ കുറേ വർഷങ്ങളെടുക്കും, പക്ഷെ ആ സമയം കൊണ്ട് തിന്മ ഒരു 5-6 വട്ടം ലോകം ചുറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. അതൊക്കെ കാരണം ഇപ്പോൾ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും വിഷമമായതും നമ്മളെല്ലാവരും ചിന്തിച്ചതും എന്താണ് ഇങ്ങനെ, കാരണം ജാസിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഹൈപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടായി. എല്ലാവരും കുറച്ച് നേരത്തേക്ക് ഒന്ന് ചിന്തിച്ചിരുന്ന കാര്യമാണ്, എന്നാലും അത് ശരിയായിരിക്കും. അതായത് അഷിയുടെ ഉമ്മയുടെ ഒരു ഇന്റർവ്യൂ വന്നത്, ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ജാസി അങ്ങനെയല്ല, ജാസി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എൻ്റെ മോനെ പിടിച്ചു വെച്ചേക്കാണ്, എൻ്റെ മോനെ തല്ലാറുണ്ട്, അങ്ങനെ കുറേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ് ആദ്യം ചോദിക്കട്ടെ, ആഷിയുടെ ഉമ്മയും ജാസിയും തമ്മിലുള്ള ഇരിപ്പോശം എങ്ങനെയാണ്? ഞങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ഇല്ലാത്ത വ്യക്തിയാണ്. പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ കോണ്ടാക്റ്റേ ഇല്ല. കാരണം അത് എനിക്ക് ആ ഉമ്മാനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കറിയാം അത് വേണ്ട. പിന്നെ ഞാൻ ഒരിക്കലും ആഷിയുടെ ഉമ്മാനെ കുറ്റം പറയില്ല. കാരണം അതൊരു ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ആഷിയുടെ അതിന് നല്ലൊരു മോനെ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടുള്ളൊരു ഇത്, അല്ലെങ്കിൽ മോൻ, പക്ഷെ അങ്ങനെ ഒരു മൈൻഡിലൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഉമ്മാനെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ, ഈ ഉമ്മാനെ നിരന്തരമായിട്ട് ഫഹദും ഈ പറയുന്ന ആൾക്കാരൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അല്ല ഫാമിലി ഒന്നുമല്ല, കോണ്ടാക്ട് ചെയ്തു ഉമ്മാനെ. പിന്നെ രണ്ടാമത് നോക്കിയാൽ അതിൽ ഉമ്മാനെ ഞാൻ തെറി പറയുന്നുണ്ട്, അതേപോലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് പോലെ ഞാൻ അവരെ വിഷമിപ്പിച്ചിട്ടില്ല, ഞാൻ ആഷിനെ സ്നേഹിച്ചു എന്നുള്ളത് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മാനെ ഞാൻ ഒരിക്കലും ഞാൻ വിഷമിക്കാനോ അല്ലെങ്കിൽ ഉമ്മാനോട് ഞാൻ തെറി പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. ഈ പറയുന്ന ഫഹദ് എന്ന് പറഞ്ഞ വ്യക്തി എന്തൊക്കെയാ പറയുന്നത്, ഞാൻ ഉമ്മാനെ എന്തൊക്കെ പറഞ്ഞു എന്നാ പറഞ്ഞത്, ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. പഠിച്ച റബ്ബ് ഉണ്ടല്ലോ, ഇന്നലെ ഈ നാളെ സംഭവങ്ങൾ തെളിയും. അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഞാൻ തെറി ഒരു 1 time സി ആണ് ഞാൻ അയക്കാറ് ഉമ്മാക്ക് വോയിസ് എന്ന്. ഞാൻ ഓൻ്റെ ഉമ്മാക്ക് മെസ്സേജേ അയക്കാറില്ല. ഇടയ്ക്ക് ഉമ്മ ഇങ്ങോട്ട് മെസ്സേജ് അയക്കും. ആഷിയുടെ ഫോണിൽ ഞങ്ങളുടെ സ്റ്റാറ്റസ്, ഒരുമിച്ചുള്ള ഫോട്ടോസ് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന സമയത്തൊക്കെ ഉമ്മ അത് കാണുമ്പോൾ ഉമ്മ ഇങ്ങോട്ട് മെസ്സേജ് അയക്കും എന്നല്ലാണ്ട് ഞാൻ ആഷിയുടെ മെസ്സേജ് നല്ല മെസ്സേജ് ആണോ അയക്കാറ്? നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ ഇടുമ്പോൾ അല്ല, നല്ലതല്ല അയക്കാറ്. അപ്പൊ ഞാൻ കേട്ട വിഷമാവെന്ന് ചോദിച്ചാൽ ആഷി ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ഞാൻ പറഞ്ഞ എന്താ ഡിലീറ്റ് ചെയ്തത്, അത് ഒന്നുമില്ല എന്ന്. അത് അപ്പൊ ആഷി അത്രത്തോളം, ആഷിക്ക് അവന്റെ ഉമ്മാനെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണ്. അവർക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ഉമ്മയ്ക്ക് അവർക്ക് ഉമ്മക്ക് ആഷിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. അത് പ്യോർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ഇഷ്ടമുണ്ട്. ആഷി ഉമ്മാനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഉമ്മ ഇടയ്ക്ക് അവർ കോണ്ടാക്ട് ഉണ്ട്. അത് അല്ലാണ്ട് ഞാൻ ആഷിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ ആഷിയുടെ ഉമ്മാനെ വിളിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ഞാൻ എങ്ങനെ പറയും, നാളെ ആഷിനോട് പറയണം നീ എൻ്റെ ഉമ്മാനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ? ഒരിക്കലും ഞാൻ കേൾക്കൂല. അതേപോലെ തന്നെ എനിക്ക് അങ്ങനെ എന്ത് അധികാരം ഉണ്ട് ആഷിയുടെ ഉമ്മാനെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ആഷിയുടെ ഉമ്മാനെ പോയി കാണാൻ പാടില്ല എന്നൊക്കെ ആഷിനോട് ഞാൻ എങ്ങനെ പറയും? ആഷിക്ക് ഇപ്പം ഞാൻ ഓക്കെ എല്ലാം പോട്ടെ, ഞാൻ ആഷിനെ പിടിച്ചു വെച്ചിരിക്കാന്ന് പറയുന്നത്. ഈ ഇന്റർവ്യൂ ഞാൻ എപ്പോഴും ഞാൻ ആഷിയുടെ കൂടെയാണ് വരാറ് അല്ലേ. ഇന്ന് ഓൾറെഡി ആഷിക്ക് വയ്യ, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആഷി അന്ന് നീ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ പോയിട്ട് വരാൻ ഞാൻ ഊബർ ബുക്ക് ചെയ്താൽ വന്നത്. ആഷിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് പോരെ, അവൻ ചെറിയ. പിന്നെ അതിനൊക്കെ ഉപരി ആഷി ഒരു പ്രായപൂർത്തിയായ വ്യക്തിയാണ്. ആഷി ആരെ കൂടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവനക്ക് പേഴ്സണലി എടുക്കാനുള്ള
ബുദ്ധി അവനക്ക് ഉണ്ട്. പൊട്ടനൊന്നും അല്ലല്ലോ, അവന് ഒരാളെ കൂടെ ജീവിക്കണം. അവന് ഓൾറെഡി ഇന്ത്യൻ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഉമ്മാനെ ഇഷ്ടമാണ്, ആഷിനെ ജാസിനെ ഇഷ്ടമാണ്, എനിക്ക് രണ്ടുപേര് വേണം. ഉമ്മ പറഞ്ഞൊരു കാര്യം, ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് കാണാൻ പോലും അവൻ വരരുത് അവളുടെ കൂടെയാണെങ്കിൽ. അത്രയും പറയുമ്പോൾ അപ്പോൾ ഉമ്മ അത്രയും വിഷമിച്ചാ നിൽക്കുന്നത്. അതൊന്ന് ക്ലിയർ ആക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ഞാൻ കുറേയൊക്കെ അത് ക്ലിയർ ആക്കാൻ നോക്കിയ വ്യക്തിയാണ്. പിന്നെ അതെനിക്ക് തോന്നി, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഉമ്മ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അത് അത്രത്തോളം ഉമ്മാനെ മതപരമായിട്ട് ഉമ്മാനെ തലയിലേക്ക് അത് വിട്ടു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അത് ഉമ്മാനെ കുറ്റം പറയാനും പറ്റൂല, കാരണം ഒരു നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. ഇപ്പൊ ഈവൻ എൻ്റെ ഉമ്മാനോട് നാളെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ആ ലെവലിലേക്കാണ് ചിന്തിക്കുക. എൻ്റെ ഉമ്മ അങ്ങനെ തന്നെ ചിന്തിക്കുക. ജാസിയുടെ ഉമ്മ ഓക്കെ ആണോ? എൻ്റെ ഉമ്മ ഇതേപോലെ തന്നെയായിരുന്നു, ആഷിയുടെ ഉമ്മാന്റെ പോലെ തന്നെയായിരുന്നു എൻ്റെ ഉമ്മയും. ഞങ്ങളെ സ്നേഹം എന്താണെന്നുള്ളത് എൻ്റെ ഉമ്മ ദുബായിൽ വന്ന സമയത്ത് ഞാൻ കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അവനക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നതും ഞാൻ അവനെ കെയർ ചെയ്യുന്നതും ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും കൂടെ ഹാപ്പി ആയിട്ട് പോണതും ഞങ്ങളുടെ സന്തോഷം കണ്ടതും കൊണ്ടാണ് എൻ്റെ അമ്മ ഇപ്പോൾ കുറച്ചെങ്കിലും ഓക്കെ ആയത്, അല്ലേ? ആഷിയുടെ ഉമ്മ ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ വന്നു നിന്ന പ്രശ്നം തീരും, അത്രേ ഉള്ളൂ. ആഷിയുടെ ഉമ്മ കുറച്ച് ദിവസം ജാസിയുടെ ആഷിയുടെ കൂടെ വന്ന് നിന്നാൽ മതി, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ആഷിയുടെ ബ്രദർ ഞങ്ങളെ വീട്ടിൽ വന്ന് നിന്നാണല്ലോ. വേറെ കസിൻസ് ഒക്കെ കോണ്ടാക്ട് ചെയ്യണ്ടോ ആഷിയുടെ? ആഷി അവർ കോണ്ടാക്ട് കസിൻസൊക്കെ അങ്ങോട്ടും കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഷിയുടെ രണ്ടാമത്തെ ബ്രദർ ഞങ്ങളെ വീട്ടിലൊക്കെ വന്ന് നിന്ന വ്യക്തിയാണ്, അർഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ അതൊന്നും ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. നോർമലായിട്ട് വന്ന് പോയ വ്യക്തിയാണ്. ഈ ഇപ്പോൾ ആഷിക്ക് ഇപ്പോൾ ജാസിനോടൊരു ഇഷ്ടം തോന്നി, നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ ജീവിക്കുകയാണ് മുമ്പോട്ട്. ഇപ്പൊ ജാസി തുറന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജെൻഡർ എന്താണെന്ന്. ജാസി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആഷിയുടെ ജെൻഡർ ജാസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? എൻ്റെ പേഴ്സണലി കാര്യം വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുക, ഇപ്പോൾ കൂടെ കിടക്കുന്നവരൊക്കെയാണ് ഒരു ആപ്പനെ അറിയുള്ളൂ എന്നല്ലേ പറയാറ്. അതുപോലെ പല ആൾക്കാരും ഞാൻ ആഷി സ്ട്രെയിറ്റ് ആണെന്ന് പറയുമ്പോൾ പറയും, ആഷി എങ്ങനെ സ്ട്രെയിറ്റ് ആവും, നീ ട്രാൻസ് അല്ലേ, അപ്പോൾ ആഷി എങ്ങനെ സ്ട്രെയിറ്റ് ആവുന്നു? ആഷി എന്നെ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്നെ ആഷി കാണുന്നത് ഒരു പെൺകുട്ടിയായിട്ട് തന്നെയാണ്, അല്ലേ? അല്ലാണ്ട് ആഷി നാളെ ഒരു ട്രാൻസെൻഡിനെ പോയിട്ട് ഇതാക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ എൻ്റെ അഭിപ്രായത്തിൽ ആഷി ഒരു സ്ട്രൈറ്റ് മെൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. അതെ, ചില ആൾക്കാർ പറഞ്ഞാൽ നിങ്ങൾ QR പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ആഷി ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ പാർട്ണറിന്റെ കാര്യം എനിക്ക് തുറന്നു പറയാമല്ലോ. ഞാൻ ആഷി സ്ട്രൈറ്റ് മെൻ ആണെന്നാണ്, ഞാൻ ആഷി ആൺകുട്ടിയാണെന്ന് ഞാൻ. കാരണം ജാസിനെ കാണുന്ന ഒരു പെൺകുട്ടിയായിട്ട് അതെ, എന്നെ അവൻ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ്. എന്നെ അവൻ കൊണ്ടു നടക്കുന്നതും എന്നെ അവൻ കാണുന്നതും എന്നെ ട്രീറ്റ് ചെയ്യുന്നതും എന്നെ എല്ലാ രീതിയിലും അവൻ നോക്കുന്നത് അവൻ്റെ ഒരു വൈഫ് എന്ന പോലെ തന്നെയാണ്, ഒരു പെൺകുട്ടിയായിട്ട് തന്നെയാണ്. ഇതിന്റെ ഇടയിൽ ഈ ഫഹദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊരു ബ്ലോഗർ ആണ്, പക്ഷെ ജാസിക്കെതിരായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ജാസി ഫഹദിന്റെ വാപ്പിച്ചിനെ വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. അതെന്തായിരുന്നു സംഭവം? എനിക്ക് നമ്പർ കിട്ടുമ്പോൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താണ് ഉപ്പാനെ. എന്നിട്ട് അതിൽ ഇപ്പോൾ ഫഹദ് ഇട്ടേക്കുന്ന റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ഉപ്പ പേടിക്കേണ്ട, പൈസ വല്ലതും വേണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു ജാസി? ഞാൻ ചോദിച്ചായിരുന്നു അവൻ്റെ പറഞ്ഞു. കാരണം അവൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ഫോണിൽ ആ വീഡിയോസ് എടുക്കുന്നുണ്ട്, ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ ആ വീഡിയോസ് എടുക്കുന്നുണ്ട്. അവൻ്റെ ഉപ്പ ജെനുവിനായിട്ട് എന്നോട് പറഞ്ഞ കാര്യം, അത് ജെനുവിനായിട്ട് പറഞ്ഞ കാര്യം. രണ്ടാമത് പിന്നെ വിളിച്ച് അവൻ അന്ന് എന്താ പറഞ്ഞു ഉപ്പ എന്നോട് പറഞ്ഞത്, നോക്കാറില്ല, ഉമ്മാനെ നോക്കാറില്ല, ഈ ഫഹദ് എന്ന് പറയുന്ന വ്യക്തി നോക്കാറില്ല, ഇങ്ങനെ കാണുമ്പോൾ നോക്കും, പേസും കാര്യങ്ങളൊന്നും അയച്ചു തരാറില്ല, അവൻ്റെ ഉമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്. എന്ത് സാഹചര്യത്തിലാണ് ജാസി ഫഹദിന്റെ വാപ്പേനെ കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നത്? ആഷിയുടെ ഉമ്മാനെ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തതായിരുന്നു. ഇവൻ എങ്ങനെയാണ് ഇവന്റെ കുടുംബത്തിൽ, ഇവനിപ്പോൾ എല്ലാവരുടെ കുടുംബങ്ങളും കയറി നോക്കുന്നുണ്ട്. ഇവൻ പറഞ്ഞതറിയോ, എന്നെ അവൻ ആൺകുട്ടിയാക്കിയിട്ട് വേറൊരു കല്യാണം കഴിപ്പിക്കും, ആഷിനെ വേറെ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. ഇവരെന്തിനാണ് അത് നിൽക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഞങ്ങളെ ലൈഫ് തിരഞ്ഞെടുത്ത വ്യക്തികളാണ്, ഞങ്ങൾ നന്നാവണം, ഇവർ പഠിച്ചടപ്പോന്നല്ലോ ഈ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. ഇവരെ ലോകത്തെല്ലാവരും നന്നാക്കാൻ നടക്കുന്ന കുറെ അമ്മായിമാരും കുറെ അമ്മമാരും ഉണ്ട് ഇവിടെ. സീരിയസ്ലി ഞാൻ തമാശ പറയല്ല, ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ സ്വന്തം തിരഞ്ഞെടുത്ത ലൈഫാണ്, അല്ലേ? അത് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ജീവിക്കും, ഇഷ്ടമുള്ളത് വരെ ഞങ്ങൾ ജീവിക്കും. അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അല്ലാണ്ട് ഞങ്ങളത് നിങ്ങൾ ആൺകുട്ടിയായിട്ട് ഞങ്ങൾ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. എല്ലാവർക്കും ഇപ്പം ഞങ്ങൾ അവരുടെ ലൈഫിലൊന്നും പോയി ഇടപെടുന്ന ആളല്ല. ഫഹദിൻ്റെ ലൈഫിൽ ഞാൻ പോയി ഇടപെടാറേ ഇല്ല. ഞങ്ങൾ ഇങ്ങോട്ട് ഇടപെടുമ്പോൾ മറുപടികൾ കൊടുക്കുക എന്നല്ലാണ്ട് ഞാൻ പേഴ്സണലി അവിടെ അങ്ങോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വീഡിയോസ് എടുത്തിട്ട് ട്രോളിട്ട്. പക്ഷെ ഫഹദ് കുറേ എന്നിട്ട് ഇങ്ങനെ
വാപ്പച്ചി അതുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ചും പറഞ്ഞായിരുന്നു അവള് വിളിച്ചപ്പോ എന്റെ വാപ്പ അങ്ങനെ നിന്ന് കൊടുത്തതാണ്. ഇപ്പോ എന്റെ ഉമ്മാനെ ഒരാൾ വിളിച്ചിട്ട് നോർമലി സംസാരിക്കുമ്പോൾ എന്റെ ഉമ്മ സത്യങ്ങളാണ് പറയുക. രണ്ടാമത് ഞാൻ വിളിച്ച് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, നിങ്ങളത് തിരുത്തി പറഞ്ഞതുകൊണ്ട് രണ്ടാമത് ഉമ്മാനെ കൊണ്ട് എനിക്ക് ഉൾട്ടാക്കി പറയിപ്പിക്കാൻ പറ്റൂലേ? എന്റെ ഉമ്മയല്ലേ, എന്റെ ഫാമിലി അല്ലേ, ഞാൻ പറഞ്ഞല്ലേ കേൾക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു ദിവസം ഫഹദിനും ജാസിക്കും ഒരുമിച്ച് ഒരു ടോക്ക് ഷോയിൽ വന്നിരിക്കാൻ പറ്റും? ഫഹദിന്റെ കൂടെ ഒരിക്കലും ഞാൻ ഒരു ഇല്ലല്ലോ. കാരണം എപ്പോഴും ഫഹദ് പറയുന്നത് എന്റെ മുമ്പിൽ ഇരുത്തിത്താ ഞാൻ ചോദിക്കാം, അതിന് ഉത്തരം ഉണ്ടാവില്ലെന്നാ പറയുന്നത്. എന്താ ഫഹദ് ചോദിക്കാനുള്ളത്? എന്തൊക്കെയോ ഈ പറഞ്ഞ ഫഹദിന് സത്യം പറഞ്ഞ അവന്റെ വീഡിയോസ് കണ്ടാൽ അറിയാം, ഒരു ബൈസെക്ഷൽ എന്ന് പറയാനും പോലും അത് എന്താണെന്ന് പോലും എനിക്ക് പറയാൻ പോലും അറിയില്ല. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ കണ്ടില്ല, ബബ എന്തോ ബൈസൈക്കിളോ അങ്ങനെ അതാ പറയണത്, ബൈസൈക്കിളോ എന്തോ അങ്ങനെ പറയുന്നത്. അതാണ് ഒരു തരത്തിലും ബുദ്ധി ഇല്ലാണ്ട് എന്താണ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്, അല്ലെങ്കിൽ എന്താണ് ലെസ്ബിയൻസ്, അല്ലെങ്കിൽ എന്താണ് മറ്റത് മറിച്ചത്. ഈ പറഞ്ഞ ആദില നൂറ വിഷയത്തിലൊക്കെ അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. പിന്നെ ഇവനിക്കറിയാം എവിടെ കൊടുത്താൽ റീച്ച് കിട്ടും, അല്ലെങ്കിൽ എവിടെ കൊടുത്താൽ എനിക്ക് നല്ലത് പോസിറ്റീവ് കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ കൊടുത്താൽ ഇവർക്ക് നെഗറ്റീവ് കിട്ടും എന്ന് നന്നായിട്ട് ഇവനിക്ക് അറിയാം. അപ്പോൾ അവനോട് ഇപ്പം അവൻ ഈ ആദില വിഷയത്തിൽ ആദ്യം ഇവൻ പറയാൻ ട്രാൻസിന് ഞാൻ ഒന്നും ട്രാൻസിന് ഇഷ്ടം പോലെ ട്രോളിട്ടുള്ള വീഡിയോസ് വിട്ടിട്ടുണ്ടായിരുന്നു പണ്ട്. അത് ഞാൻ ഓൾറെഡി കാണിച്ചു കൊടുത്താണ്. ഇപ്പോൾ ഇവനിക്കറിയാം ഇനി ആദില നൂറ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് നെഗറ്റീവ് വരും, അതുകൊണ്ട് ജാസി ഇട്ട് കൊടുക്കാണ്ട്. ഇപ്പോൾ മോൻ പറയാണ് എന്താണ് ജാസി എന്താണ് അവരാരും എന്താ പാൻറ്റിൻ്റെ ഉള്ളിൽ എന്താണ് ക്യാരറ്റ് വെച്ചിട്ട് ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. ഈ ഫഹദ് പറയാണ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. അല്ല, ഞാൻ ചിരട്ട വെച്ച് നടക്കാന്നാണ് പറയുന്നത്. ഇതിപ്പോ എനിക്ക് തുറന്ന് കാണിച്ചെടുക്കാൻ പറ്റില്ല, ഇത് ചിരട്ടാണല്ലോ എന്താണുള്ളത് എനിക്ക് തുറന്ന് കാണിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്തൊക്കെ കുറെ കാര്യങ്ങള് ഇല്ല. ഞാൻ എന്റെ പ്രതികരണം നിർത്തി. ഞാൻ അത് ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഞാൻ ഇനി ഇവർ എന്തൊക്കെ പറഞ്ഞാലും അത് എനിക്ക് ബോണസ് ആയിട്ട് ഞാൻ കൂട്ടുള്ളൂ. ഇവർ പറയട്ടെ, എനിക്ക് ഇവർ പറഞ്ഞോടത്തോളം ഞാൻ റീച്ച് ആവില്ലല്ലോ. പക്ഷെ ഇനി ഞാൻ ഇവരാരും പറഞ്ഞ് ഞാൻ പേഴ്സണലി എൻ്റെ അക്കൗണ്ടിൽ വീഡിയോ ചെയ്യത്തില്ല, ഒരാളും ചെയ്യത്തില്ല. അത് ഉറപ്പിച്ച കാര്യം. ഞാൻ ഒരാളും എന്നെ എത്ര ട്രോളിയ ആൾക്കാരെയും ഞാൻ ഒന്നും പറയത്തില്ല, ചെയ്യത്തില്ല. ഞാൻ എൻ്റെ വീഡിയോസും എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. ഞാനും ഹാഷി എന്നുള്ള ഓരോ മൊമെന്റ്സുകളും ഞങ്ങൾക്ക് ഹാപ്പിനെസ് ആണ്. ഞാൻ എൻ്റെ ഹാപ്പിനെസ്സും എൻ്റെ വീഡിയോസും എൻ്റെ ഷൂട്ടും കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങനെ പോവാണ്. ഇവർ ട്രോളട്ടെ. ഓക്കെ, ജാസി ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇനിയിപ്പോൾ സർജറി ചെയ്യുകയോ ചെയ്യാതിരിക്കുക ജാസിയുടെ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നി നിങ്ങൾ കല്യാണം കഴിക്കും. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു കുട്ടി എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ഇനി വേറൊരു കാര്യം വേണ്ട, ഈ കല്യാണം ഇപ്പോൾ ഒരു ട്രാൻസ്, ഇപ്പോൾ ഞാൻ ട്രാൻസ് ആണ്, ആഷി എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ സർജറി ചെയ്തേ പറ്റുള്ളൂ എന്നൊരു നിലപാടൊന്നുമില്ല കേട്ടോ. അതൊക്കെ പേഴ്സണലി അവരുടെ ചോയ്സ് ആണ്, സർജറി ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ആഷി എന്നെ ഇഷ്ടപ്പെട്ട സമയത്തും എന്റെ ശരീരം എങ്ങനെ തന്നെയാണ്, ഇപ്പോഴും എന്റെ ശരീരം എങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒന്നാമത് ഇതിനോടൊക്കെ അപ്പുറത്തേക്ക് സെക്സ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു ലവ് ഉണ്ട് ഇതില്. തീർച്ചയായിട്ടും അതാണ് ആൾക്കാരെ കാണാണ്ട് പോകുന്നത്. ഈ സെക്സ് അല്ല ലൈഫ്, പല ഒരു ലൈഫിന്റെ ചെറിയൊരു പാർട്ടാണ് സെക്സ്. പക്ഷേ ഈ ട്രോളുന്നവരും എല്ലാവരും സെക്സ്വാലിറ്റി വെച്ചിട്ടാണ്. എനിക്കിപ്പോൾ അടുത്ത് ഒരാൾ അയച്ച നിങ്ങൾ എങ്ങനെ സെക്സ് ചെയ്യില്ലേ, നിങ്ങൾ കളി എങ്ങനെയാ, അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ പറയുന്നത് ഈ നിങ്ങൾ അത് വിട്, ഈ സെക്സ് എന്നുള്ള മൈൻഡ് ലൈഫിൽ തലേന്ന് വിട്. അതിനപ്പുറത്തേക്ക് ഒരു സ്നേഹബന്ധമുണ്ട്. ആഷി ഞാനും തമ്മിലുള്ള ഒരു കണക്ഷൻ ഓഫ് ലവ് ഉണ്ട്. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ മൊമെന്റ്സുകളുണ്ട്. ഞങ്ങൾ അതാണ് ഇതിൽ ഞങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. ഈ സെക്സ് അല്ല ലൈഫിൽ ഞങ്ങളുടെ ഹാപ്പിനെസ്, അത് ഞങ്ങളുടെ ലൈഫിൽ ഒരു ചെറിയ പാർട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സിറ്റുവേഷൻസ്, ഞങ്ങൾ പോകുന്ന യാത്രകൾ, ഞങ്ങളുടെ സ്നേഹങ്ങൾ, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ. മാഷാ അല്ലാഹ്, അത് ആ ഒരു ലൈഫിൽ എങ്ങനെ താങ്ക് യു അങ്ങനെ തന്നെ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈവൻ ആദില നൂറയും ഇവർ ആൾക്കാർ പറയുന്ന ഇവരെങ്ങനെ സെക്സ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഇവരിലുള്ള നടക്കുന്നത്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ കാണുന്നില്ല അവരെ സ്നേഹം എന്താണെന്ന്. സീരിയസ് ആയിട്ടൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പിന്നെ അത് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. എന്താ പറയാ അവരോട്? ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങളാണെങ്കിലും ഇപ്പം അവരുടെ ലൈഫിൽ എങ്ങനെയാണ് സെക്സ് നടക്കുന്നത് നമ്മൾ ചോദിക്കുന്നുണ്ടോ? അത് നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ, അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അത് എന്തിനാ നിങ്ങൾ അത് എന്തിനാ ചോദിക്കേണ്ട ആവശ്യമുള്ളത്? അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് നേരത്തെ ചോദിച്ചത് ഇപ്പം ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഒരു കുട്ടി വേണം, ഇപ്പം എന്തായാലും സർജറി ചെയ്യോ ചെയ്യാതിരിക്കും, അതൊക്കെ ജാസിയുടെ ഇഷ്ടമാണ്. കാരണം ഓൾറെഡി ഒരു പെൺകുട്ടിയായിട്ടാണ് ആഷി കണ്ടേക്കുന്നത്. നിങ്ങൾ ഒരുമിച്ചിട്ട് സമാധാനത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക.
അപ്പം നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കുട്ടി കൂടി വേണമെന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ആ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി കുറേ ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് ഒരു ജെൻഡർ വ്യത്യാസം ഇല്ലാതെ ഒരു കുട്ടീനെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുക? എന്തിനാ ഇപ്പം ഞാൻ അഡോപ്റ്റ് ചെയ്ത കുട്ടി നാളെ ഒരു ഗേ ആണ്, അല്ലെങ്കിൽ നാളെ ഒരു ബൈസെക്ഷൽ ആണ്, അല്ലെങ്കിൽ നാളെ ഒരു ലെസ്ബിയൻ ആയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല. കുട്ടിനെ നമ്മൾ ഒരു മകളോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ആദ്യമായിട്ട് അംഗീകരിക്കും.